നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഹീന്ദ്രയുടെ XUV 300 എന്ന് പറയുന്ന പുതിയ വാഹനം ഈ കഴിഞ്ഞ ഫെബ്രുവരി 14 വിപണിയിലെത്തുകയുണ്ടായി. ഏകദേശം 15 ദിവസം കൊണ്ട് തന്നെ ഫോർഡ് ഇക്കോസ്പോർട്ടിനെ പിന്തള്ളിക്കൊണ്ട് ഈ ഒരു വാഹനം കോമ്പാക്ട് SUV രംഗത്ത് 3-ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണിക്കുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ വാഹന സംബന്ധമായ വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി 14 XUV 300 എന്ന് പറയുന്ന കോമ്പാക്ട് SUV ഇന്ത്യൻ വിപണിയിലെത്താൻ സാധിച്ചിട്ടുണ്ട്. മഹീന്ദ്രയ്ക്ക് സ്വപ്ന സമാനമായ ഒരു തുടക്കമാണ് ഈ ഒരു വാഹനം സമ്മാനിച്ചിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏകദേശം 15 ദിവസം കൊണ്ട് തന്നെ XUV 300 4484 വാഹനങ്ങൾ ഈ ഒരു വാഹനത്തിന് വിറ്റഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 14 ഈ ഒരു വാഹനത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കടന്നുവരവ്. എന്നാൽ ചിത്രത്തിൽ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിലെ ചിത്രത്തിൽ നിന്ന് തന്നെ ഫോർഡ് എക്കോസ്പോർട്ടിനെ തുടച്ചു മാറ്റുന്ന ഒരു വരവായിരുന്നു XUV 300-ൻ്റേത്. എന്നാൽ മാരുതി വിറ്റാര ബ്രീസയും അതുപോലെ തന്നെ ടാറ്റ നെക്സോണിനും പിന്നിലായിട്ട് 3-ാം സ്ഥാനത്താണ് ഈ ഒരു മഹീന്ദ്ര XUV ഇപ്പോഴുള്ള സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അടുത്ത മാസം ഈ ഒരു മാസത്തോടെ മാർച്ചിലൊക്കെ ഈ ഒരു വാഹനത്തിന് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ഏകദേശം 3156 യൂണിറ്റുകളുടെ വിൽപ്പന മാത്രമാണ് എക്കോസ്പോർട്ടിന് കഴിഞ്ഞ മാസം വിൽക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനെ മറികടന്നിട്ടായിരുന്നു 4484 യൂണിറ്റുകളുടെ വിൽപ്പനയുമായിട്ട് XUV 300 3-ാം സ്ഥാനത്തിട്ട് കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ നെക്സോൺ കഴിഞ്ഞ മാസം വിറ്റഴിച്ചിട്ടുള്ളത് 5223 യൂണിറ്റുകളായിരുന്നു. എന്നാൽ ഇവരെയൊക്കെ മുന്നിൽ ഏറ്റവും നല്ല രീതിയിൽ മുൻപന്തിയിലെത്തി നിൽക്കുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കി വിറ്റാര ബ്രീസ എന്ന് പറയുന്ന വാഹനം. ഈ ഒരു വാഹനം 11613 യൂണിറ്റുകളുടെ വിൽപ്പനയിൽ ബഹുദൂരം മുന്നിലാണ് എന്നുള്ളതിൽ നമ്മൾ പറയാതിരിക്കാൻ വയ്യ. എന്നാൽ ഈ രണ്ട് വാഹനങ്ങൾക്ക് താഴെ 3-ാം സ്ഥാനത്തായിട്ട് മഹീന്ദ്രയുടെ XUV 300 നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സാധിച്ചിട്ടുള്ളത്. പിന്നെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വാഹനത്തിൽ ഒരുപാട് ഫീച്ചറുകൾ ആഡ് ചെയ്തതും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വാഹനത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചാണ് ഈ ഒരു വാഹനത്തിന് ഇത്രത്തോളം മുൻപന്തിയിൽ വരാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം മാർച്ചിലും ഇതേ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് ഈ ഒരു വാഹന ശ്രേണിയിലുള്ള ആളുകൾ നോക്കി കാണുന്നത്. ഏകദേശം ഈ ഒരു വാഹനത്തിന് 7,90,000 രൂപയോളം ഈ പ്രാരംഭ വിലയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഇത് നമുക്ക് 4 വകഭേദങ്ങളിൽ ഈ ഒരു വാഹനം ലഭ്യമാണ്. W4, W6, W8, W8 ഓപ്ഷണൽ എന്നിങ്ങനെയുള്ള 4 വേരിയന്റുകളിൽ നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഒരു വാഹനം തീരെ ബുക്കിംഗ് ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഉപഭോക്താക്കൾക്ക് നൽകാൻ സാധിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം ഈ ഒരു വാഹനത്തിന് ഫെബ്രുവരി മാസത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു വാഹനം നമുക്ക് 2 എഞ്ചിനുകളിലായിട്ട് ലഭ്യമാകുന്നുണ്ട്. ഒന്ന് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിലും അതുപോലെ തന്നെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനിലുമാണ് ഈ ഒരു വാഹനം നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനിന് നമുക്ക് വരുന്ന കരുത്ത് എന്നുള്ളത് 110 bhp കരുത്തും 200 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്നാൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മഹീന്ദ്ര മറാസോയുടെ ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമുക്ക് വരുന്നത് 115 bhp കരുത്തും 300 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കരുത്ത് എന്നുള്ളതാണ്. ഇരു എഞ്ചിൻ പതിപ്പുകളിലും നമുക്ക് മാനുവലിലാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുകൂടെ അറിയാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇങ്ങോട്ട് എത്തിക്കുക. ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളും വിശേഷങ്ങളും വാർത്തകളുമാണ് ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.